അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യവും വായുവിന് മറ്റു വസ്തുക്കളെ പോലെ തന്നെ സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കലാണ്. ഇതിന് നമുക്ക് ആവശ്യമായി വരുന്ന വസ്തുക്കൾ 2 കുപ്പികൾ. അതിൽ ഒരു കുപ്പിയുടെ അടിഭാഗത്ത് നമ്മളൊരു ദ്വാരം ഇട്ടിട്ടുണ്ട്. തുടർന്ന് നമ്മൾ 2 കുപ്പിക്കുള്ളിലും ഓരോ ബലൂണുകൾ ഉറപ്പിക്കുന്നു. ഇനി ഇതെങ്ങനെ ചെയ്തു നോക്കാം. ഈ 2 ബലൂണുകളും നമ്മൾ വീർപ്പിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കും. ദ്വാരമില്ലാത്ത കുപ്പിയാണ് ഞാനിപ്പോൾ വീർപ്പിക്കാൻ നോക്കുന്നത്. അതിലെ ബലൂണാണ് ഞാനിപ്പോൾ വീർപ്പിക്കാൻ നോക്കുന്നത്. എത്ര ഊതിയിട്ടും ബലൂൺ വീർക്കുന്നതായി കാണുന്നില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ കുപ്പി, അതായത് ഈ ദ്വാരമിട്ട കുപ്പി ഒന്ന് വീർപ്പിച്ച് നോക്കാം. അതിലെ ബലൂൺ ഒന്ന് വീർപ്പിച്ച് നോക്കാം. കണ്ടോ, ബലൂൺ വീർത്ത് വരുന്നു. അതോടൊപ്പം തന്നെ ഈ ദ്വാരത്തിലൂടെ വായു പുറത്തു പോകുന്നതായിട്ടും കാണാൻ കഴിയും. ഇനി നോക്കൂ, ഞാനിപ്പോൾ ഈ ദ്വാരം അടച്ചു പിടിച്ചിരിക്കുകയാണ്. ആ ദ്വാരം തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കുക. ബലൂണിലെ വല്ല മാറ്റം ശ്രദ്ധിക്കൂ. ദ്വാരം തുറക്കുന്നു, വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ ബലൂൺ ചുരുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ട കാര്യങ്ങൾ, ദ്വാരം ഇല്ലാത്ത കുപ്പിയിലെ ബലൂൺ വീർക്കുന്നതായി കാണുന്നില്ല. 2, ദ്വാരമിട്ട കുപ്പിയിലെ ബലൂൺ വീർക്കുന്നതിനനുസരിച്ച് കുപ്പിക്കുള്ളിലുള്ള വായു പുറത്തേക്ക് പോകുന്നു. 3, ദ്വാരം അടച്ചു പിടിച്ചപ്പോൾ ബലൂൺ അങ്ങനെ തന്നെ വീർത്തിരിക്കുകയും എന്നാൽ ദ്വാരം തുറന്ന സമയത്ത് വായു കുപ്പിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും ബലൂൺ ചുരുങ്ങുകയും ചെയ്യുന്നു. ഈ നിരീക്ഷണ ഫലങ്ങളിൽ നിന്നും നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം, ഒന്നാമത്തെ കുപ്പി, ദ്വാരമിടാത്ത കുപ്പിയിലെ അതിനുള്ളിൽ വായു ഉള്ളതിനാൽ ആ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതിനാലും ബലൂണിലേക്ക് വായു പ്രവേശിക്കാൻ സാധിക്കാതെ വരുന്നു. നമ്മൾ എത്ര ഊതിയാലും ബലൂണിലേക്ക് വായു പ്രവേശിച്ച് ബലൂൺ വീർക്കാൻ കഴിയാതെ വരുന്നു. കാരണം കുപ്പിക്കുള്ളിലുള്ള വായു അതിനെങ്ങും പുറത്തു പോകാൻ കഴിയുന്നില്ല. അത് അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമുള്ളതിനാലാണ് ഈ ബലൂൺ വീർക്കാതിരുന്നത്. എന്നാൽ ദ്വാരമിട്ട കുപ്പിയിൽ എന്താണ് സംഭവിച്ചത്? വായു, കുപ്പിക്കുള്ളിലുള്ള വായു ദ്വാരത്തിലൂടെ പുറത്തു പോകുന്നതിനനുസരിച്ച് ബലൂൺ വീർത്തു വരും. എന്നാൽ പുറത്തു പോകുന്നതിനനുസരിച്ച് കുപ്പിക്കുള്ളിൽ സ്ഥലം ഉണ്ടാവുകയും ആ സ്ഥലത്തേക്ക് ബലൂണിലേക്ക് വായു പ്രവേശിച്ച് ബലൂൺ വീർക്കുകയും ചെയ്യുന്നു. തുടർന്ന് കുപ്പിക്കുള്ളിലേക്ക് വായു പ്രവേശിച്ചപ്പോൾ ബലൂണിലുള്ള വായു പുറത്തേക്ക് പോകുന്നു. കാരണം കുപ്പിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതിനാവശ്യമായ സ്ഥലം എടുക്കുന്നതിനനുസരിച്ച് ഈ ബലൂണിനുള്ളിലുള്ള വായു പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ബലൂൺ ചുരുങ്ങുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം, വായുവിനും മറ്റു വസ്തുക്കളെ പോലെ തന്നെ സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ്.